ശ്യാമളെ ഓ ഞാനിന്ന് 1 മണിക്കൂർ നേരത്തെ പോയി. എനിക്ക് ആ കറണ്ടിന്റെ ബില്ല് നടക്കണം. അയ്യോ എന്നാ ഞാനും പോയാലോ? അതെന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ ഒരു കമ്പനി ഇല്ലാണ്ട്? ഇന്ന് ബില്ലടച്ചില്ലെങ്കിലേ നാളെ അവര് വന്ന് ഫീസ് വരും. നമ്മളെ പഞ്ചായത്തിൽ 2-3 വീട്ടുകാർക്ക് പോയി കിട്ടിയില്ല എന്ന് പറഞ്ഞ അടങ്ങറുണ്ടാക്കണ്ടല്ലോ. പോയോ? മണലേ മണല് അല്ല, അത് അവരുടെ മറ്റേ പെർമിറ്റ് ഒക്കെ കൊടുത്താണല്ലോ. കിട്ടിയില്ല എന്ന് പറഞ്ഞത് രാവിലെ എന്റെ പേരേല് അല്ല, ഇന്നലെ അത് സാങ്ഷൻ ആക്കി. മൊയ്തു സാറേ, ഒന്നായിട്ട് എനിക്കൊരു കാര്യം പറയട്ടെ. എന്തേനി? വത്സലല്ലേ, വത്സല ആകെ പ്രശ്നമാണ്. രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു തടയിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. നമ്മൾ ഈ പാറമട ലോബിന്റെ സ്വന്തം ആളാന്ന് പറഞ്ഞിട്ട് നമ്മളെ രാഷ്ട്രീയത്തിലെ ഭാവി ഓള് കളഞ്ഞു കുളിച്ചിക്കണം. അന്റെ കാര്യം ഓതാളത്തിലാണ് കേട്ടോ. അതേ, എന്താ ചെയ്യാ ഈ ഒരു ഒടുക്കത്തെ വിവരാവകാശം. എന്റെ എത്ര പൈസയാണ് കൃത്യസമയത്ത് മറുപടി കൊടുത്തില്ലെന്ന് പറഞ്ഞ് പോയതെന്ന് അറിയാവോ? അതോ 1-2 അപേക്ഷകളാണെങ്കിൽ തിരക്കിടില്ല. ഇത് 10-30 ഒരുമിച്ചാണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യും? നമ്മളെ ഈ അഴിമതി മുഴുവനോള് കണ്ടുപിടിച്ചതേ ഈ വിവരാവകാശ സംഭവത്തിലൂടെ. അതെല്ലാം കൂടി എടുത്ത് തീയിട്ടൂടെ സത്യശീല. എന്നിട്ട് വേണം എന്റെ എല്ലാ പണിയും കൂടെ പോയിട്ട് ഞാൻ വീട്ടിലിരിക്കാൻ. ഓളൊരു ബൈക്കാക്കാനേ നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് കൂടണം. മോദിക്ക് നമ്മളെ പാറമട മുതലാളി മന്മഥനും വരാന്ന് അറിഞ്ഞിരിക്കണം. ഞാനും വരാം. നമുക്കൊന്ന് കൂടണം. ഓളോട് നമുക്ക് തീർത്താ തീരാത്ത ദേശമുണ്ട്. നമ്മളെ മോളെ നിക്കാഹിന് ആ പഞ്ചായത്ത് ടേപ്പിൽ ഇത്തിരി വെള്ളമെടുത്ത് 1000-1500 ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാ. അതിന് ഇത്ര വെള്ളമെടുത്തതിന് പഞ്ചായത്ത് ടേപ്പിലെ വെള്ളം ഊറ്റി എന്നും പറഞ്ഞിട്ട് ഓള് ചെക്കനെയും പെണ്ണിനെ ബൈല് തടഞ്ഞ്. അപ്പൊ ഈ ദിവസേന ഈ കായ്കറിക്കും ഇതിനൊക്കെ ആളുകൾ അതിന് പൈപ്പിന്ന് വെള്ളം അതിനൊക്കെ വിഷയമില്ല. കാണില്ല. ഹിമാറാണോള് സൈത്തായി തീർത്താ തീരത്തെ കലിപ്പുണ്ട് ഞമ്മക്കോളോട്. അല്ലാന്നേ നിന്റെ മുന്നിലൊക്കെ അവളെ കണ്ടാലല്ലോ പച്ചക്ക് കത്തിച്ചാളഞ്ഞേ. മൊയ്തുവിനെ അവൾക്ക് അറിയില്ല ശരിക്കും. അല്ല, ഓളെ വിചാരം എന്താണ്? ഓള് പഞ്ചായത്തിന്റെ കളക്ടറാണ്. നിങ്ങളെന്താ കുത്തിരിക്കുന്ന ഇരിക്കുന്നേ? വത്സലമ്മയുടെ ഇപ്പൊ വന്ന് നമ്മള് വത്സലമ്മേടത്തിനെ പറ്റി ഇപ്പൊ പറഞ്ഞ് നാവങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞത്? വത്സലമ്മയുടെ ഈ പഞ്ചായത്തിൽ ഒരു സംഭവമാണ്. അടുത്ത ഇലക്ഷനിൽ നിന്നാൽ ചിലപ്പോൾ ജയിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല. മറ്റേ പൈപ്പിന്ന് വെള്ളം പൈപ്പിന്ന് വെള്ളം എടുക്കാൻ പഞ്ചായത്ത് പൈപ്പിന്ന് കല്യാണ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ പാടില്ല. അത് വത്സലമ്മയുടെ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായല്ലോ, നമ്മളത് അനുസരിച്ചല്ലോ. അല്ല, എന്നെ കണ്ടപ്പോ എന്തിനാ രണ്ടുപേരും എണീറ്റുന്നത്? അത്രയ്ക്ക് ബഹുമാനൊന്നും വേണ്ട, കുറച്ചോളൂ. പേടിയിട്ടൊന്നും കുട്ടിക്കോളി. അങ്ങനെ ഇരുത്തണ്ട. സത്യശീലൻ സാറിനും മൊയ്തു സാറിനും സുഖല്ലേ? ഓ, സുഖാണ്, നല്ല സുഖം. സുഖേനി അന്നെ കണ്ടപ്പോ എന്തോ ഒരു സുഖർവാണ്. എന്താന്നറിയില്ല. സാറേ, ഇതാണ് വത്സല മാഡം. വത്സല വരുന്നു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ ഭീകര രൂപിയാന്ന്. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. എന്താ ഇങ്ങനെ നോക്കണം? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആണുങ്ങളെയൊക്കെ പേടിപ്പിക്കണം നിങ്ങളോട് എനിക്ക് ആരാധനയാ. ഞാൻ ആണുങ്ങളെ പേടിപ്പിക്കാറൊന്നുമില്ല, നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രവർത്തിക്കാറേ ഉള്ളൂ. മൊയ്തു സാറേ, പാറമടയുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള മീറ്റിംഗ് എത്രയും വേഗം വിളിച്ചു കൂട്ടണം. അത് പറയാനാ ഞാൻ വന്നത്. ഒറ്റ മിനിറ്റ്, അത് പറയാ. നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്നുമല്ലല്ലോ. പാറമടയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ നേതാവാണ് ഞാൻ. അത് നിങ്ങൾക്കറിയാലോ. അതറിയാ, പക്ഷെ ഈ ലൈസൻസ് റദ്ദാക്കിയാല് ഈ കോറി മുതലാളി മന്മഥന്റെ കാര്യം കഷ്ടത്തിലാവൂലേ? നിങ്ങൾക്കൊരു മന്മഥന്റെ കാര്യമാണോ പ്രശ്നം, അതോ ഈ പഞ്ചായത്തിലെ ആൾക്കാരുടെ കാര്യമാണോ പ്രശ്നം? പഞ്ചായത്തിലെ ആളുടെ കാര്യം പ്രശ്നമാണ്, മന്മഥനും നമുക്ക് പ്രശ്നം. നമ്മുടെ പഞ്ചായത്തിൽ ഒരാളാണല്ലോ മന്മഥൻ. നാണല്ലോ മൊയ്തു സാർ അയാളുടെ അടുത്ത് ഓരോന്ന് വാങ്ങിച്ച അയാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാനായിട്ട്. ഓ, ഇതും അയാളുടെ വാച്ചും. നിങ്ങൾ ലൈസൻസ് റദ്ദാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, വത്സല മാഡം പറയുന്നതിനകത്ത് കാര്യമുണ്ട്. നമുക്ക് ഇന്ന് തന്നെ യോഗം വിളിക്കാം. എല്ലാവരുടെയും അഭിപ്രായം അറിയാലോ. അതെ, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു യോഗം ആവാൻ പാടില്ല. എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും വിളിച്ചറിയിക്കണം. ഇപ്പൊ ഞാൻ പോണു, പിന്നെയും വരും. മാഡം ഒരു സെൽഫി എടുത്തോട്ടെ. എന്തിനാ നിനക്ക് സെൽഫി എടുക്കുന്നത്? അതിന്റെ കൂടെയാ എന്താ കുഴപ്പം? വെറുതെ ഉദ്യോഗസ്ഥന്മാർക്ക് മാനക്കേട് ഉണ്ടാക്കി വെക്കാൻ നിൽക്കല്ലേ.